ഫെയിൽ സുബി. ചമ്മിയ ഫേസ് ഒന്ന് കണ്ടോട്ടെ. അതൊന്നും വേണ്ട. ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ആൻലീസ ഡയറീസ്. ഞാനിതെന്താ മെല്ലെ പറയുന്നതെന്ന് വെച്ചാൽ അവിടെ എല്ലാവരും ഇപ്പോൾ ഇതൊരു സർപ്രൈസ് ഐറ്റമാണ്. സോ ഐ തിങ്ക് നിങ്ങൾ എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. നമുക്കിതൊരു ബർത്ത്ഡേ സീസണാണ്, അതുകൊണ്ട് തന്നെ കുറച്ചധികം ബർത്ത്ഡേ വ്ളോഗ്സ് വരാൻ ചാൻസസ് വളരെ ഹൈ ആണ്. സോ മാർച്ച് 6 പപ്പയുടെ ബർത്ത്ഡേ ആണ്. ആൻഡ് പപ്പയുടെ ബർത്ത്ഡേക്ക് സർപ്രൈസ് ആയിട്ടൊരു ഗിഫ്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് പോകാനാണ് ഞാൻ റെഡി ആയി നിൽക്കുന്നത്. ഇന്ന് ഡേറ്റ് മാർച്ച് 4. നമുക്കൊരു ദിവസമേ ഗ്യാപ്പുള്ളൂ. അപ്പം ഇന്നിപ്പോൾ സെറ്റായില്ലെങ്കിൽ നമുക്ക് ഇനിയൊരു ദിവസവും കൂടെ വേണമല്ലോ ഇത് അടുത്ത ഐറ്റം നോക്കാനായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നേ പോകുന്നത് ഗിഫ്റ്റ് സെറ്റാക്കാനായിട്ട്. അപ്പോൾ എന്താ ഗിഫ്റ്റ് എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഓൺ ദ വേ സ്ഥലത്തെത്തിയിട്ട് പറഞ്ഞുതരാം. ആൻഡ് സുബി വർക്ക് കഴിഞ്ഞ് നേരിട്ട് വരും. ഞാനിപ്പോൾ വർക്ക് ഫിനിഷ് ചെയ്തിട്ട് ഞാനിവിടെ നിന്ന് പോവാണ്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. അങ്ങനെ വി മെറ്റ് അറ്റ് എ കോമൺ പ്ലേസ്. അവിടെ സുബി എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ ഡിസ്കഷൻസിന് ശേഷം വി ഫൈനലി ഡിസൈഡഡ് ടു ഹെഡ് ടു ക്രോമ ആസ് വി നോ ആസ് എ ഡിജിറ്റൽ സ്റ്റോർ. അപ്പം അവിടെ ചെന്ന് വി ഡിസൈഡഡ് 2 പേർക്ക് ഒരു ഫോൺ വാങ്ങിക്കാമെന്ന്. 2 പേരുടെയും ഫോൺ പ്രിറ്റി മച്ച് ഓൾഡ് ആയിരുന്നു. ആൻഡ് ഒരു അപ്ഗ്രേഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. സോ വി തോട്ട് ഗിഫ്റ്റിംഗ് ദം എ ഫോൺ അറ്റ് ദിസ് പോയിന്റ് വുഡ് ബി ദ ബെസ്റ്റ് തിങ് ടു ഡു. അവിടെ ചെന്നിട്ട് ഏത് ഫോൺ വേണം എന്നുള്ളൊരു ഡിസിഷൻ മേക്കിംഗ് അത്ര വലിയ ഡിഫിക്കൽട്ട് ടാസ്ക് ഒന്നല്ലായിരുന്നു. ദ പീപ്പിൾ ദെയർ ഓൾസോ ഹെൽപ്ഡ് അസ് റിയലി വെൽ. നമ്മുടെ റിക്വയർമെൻറ്റ്സും സ്പെസിഫിക്കേഷൻസ് ഒക്കെ ചോദിച്ച് അവർ നല്ല കറക്റ്റായിട്ട് നമ്മളെ ഗൈഡ് ചെയ്തു വാട്ട് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ അസ്. ആൻഡ് വൈൽ വി വെർ ഗെറ്റിംഗ് അവർ ഓർഡർ വി ഡിസൈഡഡ് ടു എക്സ്പ്ലോർ. അത് നോക്കി പറയാനല്ല, ഇവിടെ പറയൂ. ഹായ് ഗായ്സ്. ഹായ് ഗായ്സ്. ഒന്നുകൂടെ കാണിക്കും, സൂം ഇൻ ചെയ്യാം. Hi guys. Hi guys. Okay, Subi, now tell me. It's very weird, no? It's S24 വാങ്ങാൻ പോവാ. S24 ആ? S25 അത്രയും പൈസ ഇല്ല. അതല്ല ഇപ്പൊ ചോദിച്ചതിന് ഉത്തരം പറ. What? Okay, you chose that. Now you can say a few words about the gift. ഇത് വളരെ നല്ലൊരു ഇതാണ്. അങ്ങനെയല്ല. Why did you opt a phone? ഒന്ന് പപ്പയുടെ ഫോൺ was, I don't know, he's been using it for some time now. Quite some time. So I thought it's time to give him a New phone. new phone. Yeah. You are what? Tired. What time is it? 10 o'clock. 10 o'clock and it's 10 o'clock, guys. We're still waiting for the phone. The phone's on the way. നമ്മൾ നോക്കിയ ഫോണിൻ്റെ നമുക്ക് ഇഷ്ടപ്പെട്ട കളറിൽ 2 പീസ് ഇല്ലാത്തതുകൊണ്ട് വേറൊരു സ്റ്റോറിൽ നിന്ന് വരുത്തണമായിരുന്നു. ആൻഡ് ആ വെയിറ്റിംഗ് വളരെ ലോങ് ആയിരുന്നു. അങ്ങനെ ഒരു 10 o'clockനൊക്കെ ശേഷം 2 ഫോണും സ്റ്റോറിലെത്തി. ദ പീപ്പിൾ ദെയർ വെർ ഓൾസോ വെരി പേഷ്യൻറ്റ്. ആൻഡ് ദിസ് പേഴ്സൺ സ്പെഷ്യലി മേഡ് ഷുവർ ദാറ്റ് വി ആർ അവെയർ ഓഫ് ഓൾ ദ സ്പെസിഫിക്കേഷൻസ് എല്ലാം നമ്മുടെ മുന്നിൽ തന്നെ ഓപ്പൺ ചെയ്ത് നമ്മൾ ഭയങ്കര കാര്യങ്ങളൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന പോലെ നമുക്ക് പറഞ്ഞു തന്നു. Phone number 1. അങ്ങനെ ഒരു ഫോൺ ഓപ്പൺ ചെയ്ത് കണ്ടു, ടേൺ ഓൺ ഒക്കെ ചെയ്ത് നോക്കി. Now we were looking at the second phone. So he was making sure that he was showing us all the specifications and there is absolutely nothing going wrong from their end. അങ്ങനെ അതും കാണിച്ചു, ഓരോന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. ആൻഡ് വി ഹാവ് ദ സെക്കൻഡ് ഫോൺ ഓൾസോ വിത്ത് us. Subi was telling me why this video cannot go immediately because then daddy will also get to know that he's also getting a phone, and so we should make sure that the video goes only after daddy's birthday. You are audible. Pinne he told us that he has to check the voice and everything. In case of anything, within 2 days replace ചെയ്യാം. സോ ദ പ്രോബ്ലം വാസ് നമ്മൾ ഡാഡിക്ക് ഇത് ഇമ്മീഡിയറ്റ്ലി കൊടുക്കുന്നില്ല എന്നുള്ള പ്ലാൻ ആയതുകൊണ്ട് ഇറ്റ് വുഡ് ഹാവ് ടേക്കൺ സം ടൈം ഫോർ ദ ഫോൺ ടു റീച്ച് ഹിം. സോ നമ്മൾ തന്നെ ചെക്ക് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അങ്ങനെ 2 ഫോണും ഹാൻഡ് ഓവർ കിട്ടി.
നമുക്ക് അങ്ങനെ പറയാമോ? ഐ ഡോണ്ട് നോ. എനിവേസ് 2 ഫോണും നമ്മൾ പിക്കപ്പ് ചെയ്തു ആൻഡ് വി വർ ഗോയിങ്. അപ്പോൾ പുള്ളിക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ്, ഒരു ക്യൂരിയോസിറ്റി. എന്താണ് 2 ഫോൺ ഒരേപോലത്തെ ഒരേ കളർ? ദെൻ വി വർ എക്സ്പ്ലെയിനിങ് ടു ഹിം ദാറ്റ് ഇത് 2 പേർക്കും പപ്പയ്ക്കും ഡാഡിക്കും ഉള്ളതാണ്. സോ ഹി വാസ് ഹാവിങ് എ ലോട്ട് ഓഫ് ഫൺ. ഹി റിയലി എൻജോയ്ഡ് ദാറ്റ് തിങ്. സോ ഹി വാസ് ടെല്ലിങ് മീ, ഓഹ് ഫോർ സുബിയുടെ ഫാദർ ഇൻ ലോ ആൻഡ് മൈ ഫാദർ ഇൻ ലോ അതാണോ ഐഡിയ എന്ന്. അപ്പോൾ ഗൈസ് സുബിയെ ബെറി കൂടെ കാണാം അവിടെ. അപ്പോൾ ഗൈസ് ഇന്ന് ഡേറ്റ് 5th March, ടൈം 11:57, 3 minutes. നമ്മൾ വേഗം അപ്പോഴേക്ക് രാത്രി എന്താ പറയുക, വിഷ് ചെയ്യാനും കേക്ക് കട്ട് ചെയ്യാനും ഒരു കുട്ടി കേക്ക് വാങ്ങിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അതേപോലെ ഗിഫ്റ്റ് നമ്മൾ ഇപ്പോഴാണ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഗിഫ്റ്റും ഇപ്പോഴാണ് കൊടുക്കുന്നത്. അപ്പം ലെറ്റ്സ് ഗോ സർപ്രൈസ് പപ്പ. ബാ ഉദിക്കൂ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി കൂടെ പോയി നിൽക്കുക. പോ, കേക്ക് പിടിച്ചോണ്ട് നിൽക്കുക. നീ പറഞ്ഞോ? അപ്പം മമ്മി പറഞ്ഞോ? പപ്പ പറഞ്ഞോ? പപ്പ തുറക്ക്, ഷർട്ട് നോക്ക്. നിന്റെ സുബിയുടെ അക്കൗണ്ടിന്റെ മെസ്സേജ് പോകുന്ന പപ്പിക്കാൻ അല്ലേ? ഫുൾ ഫെയിൽ സുബി. ആ ചമ്മിയ ഫേസ് ഒന്ന് കണ്ടോട്ടെ. ഓ മൈ ഗോഡ് ഗൈസ്, നമ്മൾ വലിയ പ്ലാനിങ്. തുറക്കോപ്പാ. അതൊന്നല്ല, മെസ്സേജ് അത് ക്രോമ ഷോപ്പ് ചെയ്തു പറഞ്ഞ പപ്പയ്ക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. അങ്ങനെ പപ്പയുടെ ബർത്ത്ഡേയുടെ അന്ന് പപ്പയുടെ ഫ്രണ്ട്സും പപ്പ സെർവ് ചെയ്യുന്ന അസോസിയേഷനിലെ കൂടെയുള്ള കൊളീഗ്സും ഒക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവർ വീട്ടിൽ വന്ന് പപ്പയെ ഫെലിസിറ്റേറ്റ് ചെയ്തു. അതേപോലെ തന്നെ പപ്പയ്ക്ക് വേണ്ടി കേക്കൊക്കെ കൊണ്ടുവന്ന് കേക്കൊക്കെ അവർ കട്ട് ചെയ്തു.
അവരൊരു ചെറിയൊരു സെലിബ്രേഷനൊക്കെ നടത്തിയായിരുന്നു. It was a very nice moment because they were actually honoring Papa for who he is and the work that he was doing. അങ്ങനെ അവിടെ ഒരു മിനി സെലിബ്രേഷൻ ഫസ്റ്റ് കഴിഞ്ഞു. Birthday to you. Happy birthday to you. Happy birthday dear. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് സെലിബ്രേഷന് ശേഷം 2 ഫാമിലിയും കൂടെ വീട്ടിൽ വന്ന് വി വർ സെലിബ്രേറ്റിംഗ് പപ്പാസ് ബർത്ത്ഡേ. അപ്പോഴാണ് ഒരു ട്വിസ്റ്റ്. എൻ്റെ ബർത്ത്ഡേ വീട്ടിൽ ആരുടെയും കൂടെ സെലിബ്രേറ്റ് ചെയ്യാത്തതുകൊണ്ട് ഇത് എൻ്റെയും കൂടെ ബർത്ത്ഡേ ആണ് എന്ന് ഞാൻ അന്നേരമാണ് അറിയുന്നത്. അങ്ങനെ വി കെയിം ഹോം, എവ്രി വൺ കെയിം ഹോം ആൻഡ് വി ഹാഡ് എ ക്വിക്ക് സെലിബ്രേഷൻ ഫോർ ബോത്ത് പപ്പ ആൻഡ് ഫോർ മീ. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു, എല്ലാവരുമായിട്ട് കേക്കൊക്കെ ഷെയർ ചെയ്തു. സോ ഇറ്റ് വാസ് എ വെരി ക്വയറ്റ് private family moment for us. അല്ല അതാ പറഞ്ഞേ. അപ്പൊ ഇന്നിപ്പോ പപ്പയ്ക്ക് കൊടുത്താൽ എനിക്കൊരു ഡൗട്ട് അടിക്കുമോ എന്നൊരു ഡൗട്ട്. അപ്പൊ പൊളിഞ്ഞ എല്ലാ പ്രാവശ്യം പൊളിഞ്ഞ് സർപ്രൈസ് ആവാണ്ടിരിക്കെ പൊളിയാണ്ടിരിക്കെ ഒന്നും പറ്റില്ല. കവർന്നാതല്ലേ കവർന്നാ ആവശ്യമല്ല ആവശ്യം. അങ്ങനെ സർപ്രൈസസ് ഒക്കെ കഴിഞ്ഞ് നല്ലൊരു ഡിന്നറും കഴിച്ചിട്ട് എല്ലാവരും അന്നത്തെ ദിവസത്തേക്ക് റിട്ടയർ ചെയ്തു. സോ നെക്സ്റ്റ് ഇനി ഡാഡിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ. അപ്പോൾ രാത്രി 12 മണി ഡാഡിക്ക് സർപ്രൈസ് ആയിട്ട് ബർത്ത്ഡേ കേക്ക് കൊണ്ട് നിങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ആശൻ അവിടെ കഥ. അപ്പം ഞങ്ങൾ ഡാഡിയെ സർപ്രൈസ് ചെയ്യാൻ പോവാം. ഇറ്റ്സ് 12 o'clock. ഡാഡിയെ സർപ്രൈസ് ചെയ്യാൻ പോകുന്നത് ലോജിസ്റ്റിക്കലി ഇച്ചിരി ട്രിക്കി ആയിരുന്നു.
We had to reach there. അവർ സൗണ്ട് കേൾക്കാണ്ട് വണ്ടി പാർക്ക് ചെയ്യണം, and then open the gate, open the door, and then reach inside. സോ ഇതൊക്കെ ഇവർ അറിയാൻ പാടില്ല. കുറച്ച് ട്രിക്കി ആയിരുന്നു, കുറച്ച് റിസ്കി ആയിരുന്നു. ബട്ട് വി തോട്ട് ഓക്കെ ലെറ്റ്സ് ഗിവ് ഇറ്റ് എ ഷോട്ട്. നടക്കുവാണെങ്കിൽ നടക്കട്ടെ, പൊളിയുവാണെങ്കിൽ പൊളിയട്ടെ എന്നുള്ളൊരു ഐഡിയയിൽ. സോ ആഷ വാസ് awake. She opened the door for us and we got inside, and we are heading to surprise Daddy. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ ഡാഡിയും സർപ്രൈസ് ചെയ്തു. ഇറ്റ് വാസ് അൺഎക്സ്പെക്റ്റഡ് സക്സസ് എന്ന് വേണം. പൊളിയും എന്ന് വിചാരിച്ച് തന്നെ തുടങ്ങിയതാണ്, ബട്ട് ഇറ്റ് വാസ് സക്സസ്ഫുൾ. അങ്ങനെ അവിടെയും ചെറുതായിട്ടൊരു കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് കേക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് ദെൻ രാത്രി 12 മണിയാണെങ്കിൽ പോലും വി സാറ്റ് ഓൺ ഫോർ ഹാവിങ് എ ലിറ്റിൽ കോൺവെർസേഷൻ. കുറച്ച് നേരമൊക്കെ ഇരുന്ന് സംസാരിച്ച് അതും ഇതൊക്കെ പറഞ്ഞ് മമ്മി നമ്മൾ കൊടുത്ത ഗിഫ്റ്റ് ഒന്നുകൂടെ ഡാഡിക്ക് റീഗിഫ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെ കുറച്ച് നേരം കുറച്ച് ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വളരെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സ് നമ്മൾ സ്പെൻഡ് ചെയ്തു. ആൻഡ് ശരിക്കും ഐ വാസ് റിയലി ഹാപ്പി. കാരണം ഈ ഒരു സർപ്രൈസ് പൊളിയുമോ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന പൊളിയാണ്ട് സക്സസ്ഫുൾ ആയത് എന്താ പറയുക, ഒരു മെഡിക്കൽ മിറാക്കിൾ എന്നൊക്കെ തന്നെ വേണം പറയാനായിട്ട്. ഞങ്ങൾ അങ്ങനെ ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഞങ്ങളുടെ ഒച്ച കേട്ടിട്ടായിരിക്കണം അമ്മച്ചി ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേരെ. എന്ത് താങ്കാണ്. അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ അന്ന് ഈവനിങ് ഡിന്നറിനുള്ള ഫുഡ് പ്രിപ്പറേഷൻ്റെ ഫൈനൽ ടച്ചപ്പാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ ഭാരപ്പെട്ട പണിയൊന്നും അല്ലെങ്കിലും നമ്മളെ പറ്റുന്ന പോലെ ഹെൽപ്പ് നമ്മളും ചെയ്തു കൊടുക്കണമല്ലോ. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന് എല്ലാവരും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മൾ അങ്ങനെ ഒരു ഡിന്നർ റെഡിയാക്കുമായിരുന്നു.
birthday celebrations have been a very, very personal and beautiful moments for us. രണ്ട് ഫാമിലീസ് ഒരുമിച്ച് വരികയും നമ്മളൊരു ഒരു ഡിന്നർ അല്ലെങ്കിൽ ഒരു ലഞ്ച് ഡിപ്പെൻഡിങ് ഓൺ വാട്ട് എവർ ദ ഡേ ഇറ്റ് ഈസ്, കേക്ക് കട്ട് ചെയ്യുക, കേക്ക് ഷെയർ ചെയ്യുക, എല്ലാവരും കൂടെ കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കുക, അതിൻ്റെ ഇടയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയതും ഇമ്പോർട്ടൻ്റ് അല്ലാത്തതും പോളിറ്റിക്സും വെതറും അങ്ങനെ വാട്ട് നോട്ട് ടോപ്പിക്സ് എല്ലാവരും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്യുക. ഇറ്റ്സ് എ വെരി നൈസ് മൊമെൻറ്റ്. ഒരു എന്താ പറയുക, ഒരു ഫീലിംഗ് ഓഫ് ടുഗെദർനെസ് ഒക്കെ വരുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നത്. അങ്ങനെ നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഐ തിങ്ക് പപ്പയുടെയും ഡാഡിയുടെയും ബർത്ത്ഡേ, ബിക്കോസ് ഇറ്റ് ഫോൾസ് ഇൻ ദ സെയിം മന്ത്, നമുക്ക് എങ്ങനെ ഇത് സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളത് എപ്പോഴും ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ ഫാക്ടറാണ്. ദിസ് ഇയർ ഐ തിങ്ക് വി try to make it really nice and it turned out to be really, really wonderful. അങ്ങനെ എല്ലാവരും കൂടെ തമാശയും പറഞ്ഞ് ചിരിച്ചും കളിച്ച് ഒരു അടിപൊളി ഡിന്നറും കഴിച്ച് ഈ പ്രാവശ്യത്തെ ഇവരുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ വൈൻഡപ്പ് ചെയ്തു.